ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ സൂപ്പർ താരമായ കാസിമിറോ എൻട്രിക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് എൻട്രിക്കിനെ വലിയ തോതിൽ ആശ്രയിക്കാൻ കഴിയില്ല, അദ്ദേഹം ഇപ്പോഴും ടീമിൻ്റെ ഭാഗമല്ല, അതുപോലെ തന്നെ എൻട്രിക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു കാസിമിറോ പറഞ്ഞിരുന്നത്. അത് വലിയ രൂപത്തിൽ വൈറലായിരുന്നു. കാസിമിറോയുടെ വാക്കുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. വേൾഡ് കപ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവൻ തീർക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അദ്ദേഹം വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്നുള്ളത് പോലും ഉറപ്പില്ല. അദ്ദേഹം ഇപ്പോഴും ടീമിൻ്റെ ഭാഗമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എൻട്രിക്കിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് കഴിയില്ല. മത്സരത്തിലേക്ക് വന്ന് എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഇതാണ് കാസിമിറോ എൻട്രിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ കാസിമിറോക്ക് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ബ്രസീലിലെ പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകനായ വിനി കസഗ്രാൻഡെ ഉൾപ്പെടെയുള്ളവർ കാസിമിറോയെ ഇപ്പോൾ വിമർശിച്ചിട്ടുണ്ട്. ഒരു ക്യാപ്റ്റനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇത് എന്നാണ് വിനി കസഗ്രാൻഡെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിമർശനം ഇങ്ങനെയാണ്: കാസിമിറോ എൻട്രിക്കിനെ കുറിച്ച് പറഞ്ഞത് തീർത്തും അപമാനിക്കുന്നതും എത്തിക്സിന് നിരക്കാത്തതുമാണ്. ഒട്ടും ബഹുമാനമില്ലാതെയാണ് കാസിമിറോ സംസാരിച്ചത്. എൻട്രിക്ക് ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരു ക്യാപ്റ്റനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഇത്. തൻ്റെ താരങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇതാണ് വിനി കസഗ്രാൻഡെ പറഞ്ഞിട്ടുള്ളത്. കാസിമിറോ എൻട്രിക്കിനെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു, അദ്ദേഹം അർഹിക്കുന്ന ഒരു ബഹുമാനം അദ്ദേഹത്തിന് നൽകിയില്ല എന്ന ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാവുകയാണ്. ഏതായാലും എൻട്രിക്ക് ബ്രസീലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കില്ല എന്ന ഒരു റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് കാസിമിറോ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് പ്രാഥമിക സ്ക്വാഡ് ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എൻട്രിക്ക് അതിൽ ഇടം നേടിയിട്ടുണ്ട്. കാസിമിറോയുണ്ട്. എസ്റ്റവായോ വില്യൻ അവസാന നിമിഷം പുറത്തായി എന്നാണ് ഗ്ലോബോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈനൽ സ്ക്വാഡിൽ എൻട്രിക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.